എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എത്ര കുടിച്ചാലും മതിവരാത്ത വളരെ ടേസ്റ്റിയും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന പാൽപ്പായസത്തിന്റെ റെസിപ്പിയാണ്. കണ്ണൂർ ഭാഗങ്ങളിൽ സദ്യകൾ ഈ രീതിയിലാണ് പാചകക്കാർ പാൽപ്പായസം തയ്യാറാക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നല്ല ടേസ്റ്റിൽ പാൽപ്പായസം തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കണ്ടുവരാം. പാൽപ്പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. 250 ഗ്രാം അരിയാണിത്. 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിട്ട് വരാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് കുതിരാൻ വെക്കാം. അരി എടുത്ത അതേ ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചവ്വരി ഒന്ന് കഴുകി എടുത്തിട്ട് വരാം. ചവ്വരി 2 പ്രാവശ്യം ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. ചവ്വരിയെന്നും സാബുനരിയെന്നും ഒക്കെ പറയാറുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചവ്വരിയും കുറച്ച് സമയം ഒന്ന് കുതിർന്ന് വരട്ടെ. പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ ഗ്യാസ് അടുപ്പിൽ ഒരു ഓട്ടുരുളി എടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള പാത്രമാണ് വേണ്ടത് നമുക്ക്. ഇതിലേക്ക് 1.5 ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിപ്പാലാണ്. 250 ഗ്രാം അരിക്ക് 1.5 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. പാലെടുത്ത അതേ പാത്രത്തിൽ അതേ അളവിൽ 1.5 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാൽപ്പായസം വെക്കുമ്പം പാലും വെള്ളവും ഒരേ അളവിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതൽ കട്ടിയാകുന്നുണ്ടെങ്കിൽ കുറച്ച് പാലിൽ അവസാനമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പാൽ നല്ലപോലെ ചൂടായ ശേഷം ഒന്ന് തവി കൊണ്ട് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്, അല്ലെങ്കിൽ പാൽ അടിക്ക് പിടിച്ച് പോകും. പാലിത് നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള അരി ഉണ്ടല്ലോ, അത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെള്ളം വാർത്തിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അരി ഒന്ന് വെന്ത് വരുന്നവരെ നമ്മളൊന്ന് ഇടപെട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അരി ഒന്ന് വെന്ത് വരട്ടെ. അരി ഇട്ട ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട് കുറച്ച് അരി വെന്ത് ഇട്ടിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള ചവ്വരി ഇട്ട് കൊടുക്കാം. ചവ്വരിയുടെ വെള്ളമൊക്കെ വാർത്തെടുത്ത ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അരി കുറച്ച് വെന്ത ശേഷം മാത്രമേ ചവ്വരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ പായസം അടിക്ക് പിടിച്ച് പോകും. ഇതുപോലെ സാവധാനം ഇളക്കി കൊടുത്താൽ മതി. അരിയും ചവ്വരിയും നന്നായിട്ട് വെന്ത് വരട്ടെ. നമ്മൾ പാൽപ്പായസത്തിന് അരി നന്നായിട്ട് വെന്ത് കിട്ടണം, എന്നാലാണ് പായസം നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അരിയും ചവ്വരിയും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ അരി എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്സാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അരി വെന്ത ശേഷം മാത്രമേ പഞ്ചസാര ചേർക്കാൻ പാടുള്ളൂ. പഞ്ചസാര ചേർത്ത് നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. നമ്മൾ മധുരമുള്ള എന്ത് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴും അല്പം ഉപ്പ് ചേർക്കാറുണ്ട്, മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലെടുത്തിട്ടുള്ള അരിയുടെ നേരെ ഇരട്ടിയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്, അപ്പോൾ കറക്റ്റായിരുന്നു. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂണ് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയും പഞ്ചസാരയും ചേർത്ത് പൊടിച്ചതാണ്. അപ്പോൾ ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും അതുപോലെ നല്ല ഫ്ലേവറുമാണ്. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് അളവിന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക, അതായത് മിൽക്ക് മെയ്ഡ്. അപ്പോൾ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് പാൽപ്പായസം നല്ല രുചി കൂടുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്ത ശേഷം ഒന്ന് തിളക്കാനേ പാടുള്ളൂ. ഇപ്പം നോക്കിയപ്പോൾ മധുരം കറക്റ്റാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ മധുരവും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം, കൂട്ടിയും കുറച്ചും. ഇനി ഇതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്ത് കോരിയിടാം. ഗ്യാസ് അടുപ്പിൽ ചെറിയൊരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് നല്ലപോലെ ചൂടായ ശേഷം ഇതിലേക്ക് 50 ഗ്രാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വന്ന ശേഷം ഇതിലേക്ക് ഒരു 3 കറാമ്പും അതുപോലെ തന്നെ 3-4 ചെറിയ കഷ്ണം പട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിൽ പാൽപ്പായസത്തിൻ്റെ രുചിയുടെ രഹസ്യം. ഇതൊന്ന് റോസ്റ്റായി വന്ന ശേഷം 50 ഗ്രാം ഉണക്ക മുന്തിരിങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മുന്തിരി റോസ്റ്റായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പായസം മിക്സ് ചെയ്യാം. ഇതാ നമ്മുടെ വളരെ രുചികരമായിട്ടുള്ള പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പായസത്തിലേക്ക് വറുത്തിടുന്നതിന് മുന്നേ നിങ്ങൾക്ക് പായസം തിക്കായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം. ചൂടോടെയുള്ള പാല് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്.
നമ്മൾ ജീരകശാല അരി എടുത്തത് കൊണ്ട് തന്നെ ആ ഒരു പാൽപ്പായസത്തിൻ്റെ ആ ശരിയായൊരു മണം വരുന്നുണ്ട്. പാൽപ്പായസം ഞാൻ ഇതാ ചെറിയൊരു ഉരുളിയിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ പാൽപ്പായസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പാൽപ്പായസം ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഓൾ എന്ന ഓപ്ഷനും കൂടി വരും. അതിലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി പുതിയ നല്ല റെസിപ്പി ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.